കെമിസ്ട്രി എക്സാം ആയിരുന്നു. അപ്പോൾ ആദ്യം ഇത് കിട്ടിയപ്പോൾ ഒന്ന് പേടിച്ചു പോയി കേട്ടോ, ഇത്ര പേജൊക്കെ കണ്ടപ്പോൾ. പിന്നെയാണ് മലയാളം എല്ലാം കൂടെ ഒരുമിച്ചുള്ളതായതുകൊണ്ടാണെന്ന് മനസ്സിലായേ. പിന്നെ വൺ വേർഡിൽ ഫസ്റ്റത്തെ ആൻസർ സി, സെക്കൻഡത്തെ ആൻസർ ബി ഓപ്ഷനാണ്. പിന്നെ തേർഡ് SP2 ആണെന്ന് തോന്നുന്നു, ഞാൻ എഴുതിയിട്ടുണ്ടായില്ല. നാലാമത്തേത് ഞാൻ ബി ആണ് എഴുതിയത്, പക്ഷേ എ ആണ് ആൻസർ. അഞ്ചാമത്തത് F-. അപ്പോൾ ഇതിൽ ഒരെണ്ണം മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ 2 മാർക്കിൻ്റെ സെക്ഷനിൽ ആദ്യത്തേത് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ്റെ ഡെഫിനേഷനും കൂടെ എഴുതണം. രണ്ടാമത്തേത് നമുക്ക് ന്യൂ മൈനസ് ന്യൂ സീറോ ആ ഇക്വേഷൻ ഇട്ട് നോക്കുമ്പോൾ അത് കിട്ടും. പിന്നെ ഇതിൽ മോഡേൺ പീരിയോഡിക് ലാ സ്റ്റേറ്റ് ചെയ്യുക, ഇതിൻ്റെ ആൻസർ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും ഞാൻ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ആൻസേഴ്സ് നോക്കിയില്ല. ഇത് വന്നിട്ട് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്, ഫ്രീ എക്സ്പാൻഷൻ, ഈ ഓപ്ഷൻ. പിന്നെ മൂന്നാമത്തത് ബി ഓപ്ഷൻ ആൻഡ് നാലാമത്തത് എ. ഇതാണ് അടുത്ത ആൻസർ. പിന്നെ 12th ഈ ക്വസ്റ്റ്യൻ ഈ സെയിം വാല്യൂവിൻ്റെ റെസിപ്രോക്കലാണ് കേട്ടോ ആൻസർ. 13th വന്നിട്ട് ആൻസർ എനിക്ക് തോന്നുന്നു 2 ആണ് വരുന്നത്. പക്ഷേ എനിക്ക് ആൻസർ കിട്ടി. ഞാൻ പക്ഷേ അത് കഴിഞ്ഞ് 2 തവണ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 1 കിട്ടി. ഞാൻ 1 എഴുതിയത്. അപ്പോൾ അത് സ്റ്റെപ്പെല്ലാം കറക്റ്റാണ്. ലാസ്റ്റത്തെ ഫൈനൽ ആൻസർ മാത്രമേ തെറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിന് പകുതി മാർക്ക് കിട്ടുമില്ലെന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ ഓക്സിഡൻറ്റ് H2ഉം റെഡ്യൂസൻറ്റ് Na ഞാൻ ഇതിപ്പോൾ ചുമ്മാ ഇവിടെ വന്നിട്ട് വരച്ചതാണ്. ഞാൻ എങ്ങനെയാണ് അത് എഴുതിയത് ഞാനും മറന്നുപോയി. അപ്പോൾ അതും എന്തായാലും ഞാൻ മിസ്റ്റേക്ക് തന്നെ ഇട്ടേക്കുന്നത്. പിന്നെ ഇത് ജസ്റ്റ് എന്താണെന്ന് എഴുതാം. പിന്നെ ഇത് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ തന്നെ പ്രൂവ് ആവും. അതൊക്കെയാണ്. അപ്പോൾ 2 മാർക്കിൻ്റെ സെക്ഷനിൽ ആ ഒരു 2 ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ 3 മാർക്കിൻ്റെ വരുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റും തേർഡും എനിക്ക് കറക്റ്റായി, സെക്കൻഡ് എനിക്ക് തെറ്റിയിട്ടുണ്ട്. സെക്കൻഡിൽ ഒരെണ്ണം ശരിയായി. ഞാൻ പ്രോഡക്റ്റ് എന്നുള്ളത് വായിച്ചില്ല. അപ്പോൾ ഓക്സിജൻ്റെത് 2 എണ്ണമായിരുന്നു, അത് തെറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ H2O നമുക്ക് ജസ്റ്റ് 2 മോളാണ്. അപ്പോൾ 2 ഇൻറ്റു നമ്മുടെ അറ്റോമിക് നമ്പർ അല്ല, അവഗാഡ്രോ നമ്പർ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റത്തത് 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ H2 മോളിക്യൂൾസ്, 1 ഇൻറ്റു അവഗാഡ്രോ നമ്പർ O2 മോളിക്യൂൾസ്. മൂന്നാമത് ജസ്റ്റ് നമ്മുടെ ബേസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ. നാലാമത്തത് ബോർ റേഡിയസിൻ്റെ ഇക്വേഷനിൽ n 1 ആവുന്നതുകൊണ്ട് നമുക്ക് A0യുടെ വാല്യൂ തന്നെ കിട്ടും. 52.9 ആണ് വരിക. പിന്നെ ഇത് ബോർ മോഡലിൻ്റെ 2 ലിമിറ്റേഷൻസ്. ഇത് ലൂയിസ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഒരിടത്ത് +1 വരും, 0 വരും, -1 വരും ഫോർമൽ ചാർജ്. പിന്നെ ഇവിടെ മോളിക്കുലർ കോൺഫിഗറേഷൻ അത് കഴിഞ്ഞ് ബോണ്ട് ഓർഡർ എനിക്ക് തോന്നുന്നു 3 ഡയാമാഗ്നറ്റിക് ആണ്. അത് ശരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇതിൽ എക്സ്പ്രസ് ദ ചേഞ്ച് ΔU എന്ന് പറയുന്നത് ഈക്വൽ ടു Q അവിടെ 0 ആണ്. അപ്പോൾ ΔU =W. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് വാൾ, അതിൽ എനർജി വരുന്നില്ലെന്ന് പറയുന്നത്, അപ്പോൾ അത് അഡയബാറ്റിക് വാളാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനും ഫൈനലിൽ എനിക്ക് കിട്ടിയെന്ന് ഞാനും മറന്നുപോയി. അപ്പോൾ ആൻസർ കീ നോക്കിയിട്ട് അത് ശരിയാണോ അല്ലേന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് എൻട്രോപ്പിയുടെ ഡെഫിനേഷൻ, ഫ്രീ എനർജിയുടെ ഡെഫിനേഷൻ, ഇതിൻ്റെ ആൻസർ A. അപ്പോൾ ഇത് ശരിയായി. പിന്നെ ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ അതും. പിന്നെ രണ്ടാമത്തത് ഇക്വേഷൻ എന്തായിരുന്നു, Kp = Kc × RT⁻∆n. ആ ഇക്വേഷൻ എഴുതാം. ബഫർ സൊല്യൂഷൻ, അതിൻ്റെ ടൈപ്സും അതൊക്കെ എഴുതാം. ഞാൻ അതിൽ എക്സാമ്പിൾ എഴുതിയിട്ടില്ല, അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിലൊരു മാർക്ക് പോവുമായിരിക്കും. അപ്പോൾ ഈ സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ടുണ്ട്, എന്നാലും 1 മാർക്ക് പോവുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഈ സെക്ഷനിൽ വരുമ്പോൾ ഇത് നമ്മൾ മൊളാലിറ്റിയും ചെയ്യണം. ഇത് ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് ആൻസർ കിട്ടി. 200 ml അല്ലെങ്കിൽ 0. എനിക്ക് 200 വന്നു, ml ആയിട്ട് ചെയ്തപ്പോൾ അങ്ങനെയും വന്നു. 0. ലിറ്റർ വെച്ച് ചെയ്തപ്പോൾ 0.2 വന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ വരത്തില്ല, ഞാൻ ചെയ്ത സ്റ്റെപ്പിൻ്റെ തെറ്റാന്ന് വിചാരിച്ച് ഞാൻ അത് വെട്ടിക്കളഞ്ഞു. പക്ഷെ അതായിരുന്നു കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എന്തിനായിരുന്നു എന്തോ. പിന്നെ 28ാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ബേസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഇതിൽ
എ പാർട്ട് ഇത് ഐസോ ഇലക്ട്രോ സ്പീഷ്യസ് ആണ്, ഇലക്ട്രോൺസിൻ്റെ സെയിം. ബി ഇത് നേരെ തിരിച്ചെഴുതി വെച്ചാൽ മതി. ഞാനിത് നേരെ തിരിച്ചാണ് എഴുതിയെന്ന് എൻ്റെ വിശ്വാസം, പക്ഷേ എനിക്ക് കറക്റ്റ് ഉറപ്പ് കിട്ടുന്നില്ല. പിന്നെ ഇത് അതിൻ്റെ ഫാക്ടേഴ്സ്, മറ്റേ അറ്റോമിക് റേഡിയേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഷീൽഡിങ് എഫക്റ്റ്, അങ്ങനത്തെ കുറച്ച് മൂന്നോ നാല് ഫാക്ടർ, 2 ഫാക്ടർ മൊത്തമാണെങ്കിൽ CH4 ബോണ്ട് പെയർ 4, ലോൺ പെയർ ഇല്ല. പിന്നെ ഷേപ്പ് ഓഫ് മോളിക്യൂളർ ടെട്രാഹെഡ്രൽ, ബോണ്ട് ആംഗിൾ 109.5, NH3 ആകുമ്പോൾ 3, 1, പിന്നെ ബൈപിരമിഡൽ 107. ഇനി ഇത് പ്രിൻസിപ്പിൾ ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യുക. ഇതിൽ വരുമ്പോഴത്തേക്ക് പ്രഷർ കൂട്ടണം, പിന്നെ അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കൂട്ടണം, ഫോർവേഡ് റിയാക്ഷൻ കൂടാൻ, പക്ഷേ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് വേണ്ടത്. പിന്നെ കാറ്റലിസ്റ്റിൻ്റെ കാര്യം വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരെണ്ണം തെറ്റിയതുകൊണ്ട് തന്നെ, ഇത് തെറ്റോ ഇല്ലയെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ എന്നാലും ഡൗട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ 1 മാർക്ക് അതിന് ഞാൻ കുറച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കാര്യം ഈ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല, 2 തവണ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ കുറച്ച് സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ആൻഡ് കുറച്ച് ഇൻഡെപ്തിലുള്ള ക്വസ്റ്റ്യനുമായിരുന്നു. കുറേ പേര് ഇത് ടഫാണെന്ന് പറയുന്നത് കേട്ടു, പക്ഷെ അത്ര ടഫായിട്ട് തോന്നിയില്ല. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 50+ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉറപ്പില്ല. കാര്യം നമുക്ക് സ്കൂളിൽ ടീച്ചർ ചിലപ്പോൾ സ്റ്റെപ്പ് നോക്കിയിട്ട് ടീച്ചർ തന്ന സ്റ്റെപ്പിൽ നിന്നൊക്കെ വ്യത്യാസം കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടീച്ചർ മാർക്കൊക്കെ കുറയ്ക്കും.